പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരാഴ്ചയായിട്ട് നമുക്കിവിടെ തൃശ്ശൂർ സർവ്വദേശീയ സാഹിത്യോത്സവം എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട്. സാഹിത്യ അക്കാദമി ഹാളിൽ 3 വേദികളിലായിട്ടും അതുപോലെ ടൗൺ ഹാളിൽ 1 വേദിയിലുമായിട്ടാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഒരുപാട് സാഹിത്യകാരന്മാർ, പ്രഗത്ഭരായ വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണിത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ശനിയാഴ്ച 3-ാം തീയതി ഇവിടെ വൈകുന്നേരത്തോടു കൂടിയിട്ട് സമാപിക്കുകയാണ്. ഇവിടെ സാഹിത്യ സദസ്സുകൾ, സംവേദനങ്ങൾ, അതുപോലെ ചർച്ചകൾ, അങ്ങനെ ഒരുപാട് വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കുകയും സാഹിത്യ പുരോഗതിയെക്കുറിച്ചും നമ്മുടെ നാടിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്യുന്ന ഒരുപാട് ചർച്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പകലും രാത്രിയൊക്കെ ആയിട്ട്. അതുപോലെ ഈ സാഹിത്യ അക്കാദമി ഹാളിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗാണ്. ഈ നഗരത്തിന് നടുക്കിലായിട്ട് ഒരുപാട് വൃക്ഷങ്ങളോട് കൂടിയിട്ടുള്ള ശാന്തസുന്ദരമായൊരു സ്ഥലം. കുറേ നേരം ഒന്ന് ഇരുന്ന് പോകാൻ തോന്നുന്ന ഒരു നല്ല സ്ഥലമാണ് നമ്മുടെ സാഹിത്യ അക്കാദമി ഹാളിൻ്റെ പരിസരം. ഈ പരിപാടിയോടനുബന്ധിച്ചിട്ട് ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ പൊഴിഞ്ഞു വീഴുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ, ആ ഇലകളൊക്കെ കളക്ട് ചെയ്തിട്ട് അടിച്ചു കൂട്ടിയെടുത്തിട്ട് അവർ നെറ്റിൻ്റെ ചെറിയ കിറ്റുകളിൽ കുത്തി നിറച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ചില ബൾബുകൾ ഇട്ടിട്ടുണ്ട്, മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള മുളങ്കാടും അതുപോലെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന വള്ളിച്ചെടികളൊക്കെ ഒരു പ്രത്യേക ആംബിയൻസാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനിയും സ്ഥലം മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ പാലസ് റോഡിൽ പുളിമൂട്ടിൽ സിൽക്കൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ഈ സാഹിത്യ അക്കാദമി ഹാള് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് വരിക. നമ്മൾ തൃശ്ശൂരൊക്കെ വരുന്ന ആളുകളൊക്കെ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടും കൂടിയിട്ട് സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടിയാണല്ലോ. പൊതുജനങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് കടന്നു വരാനും ഇതൊക്കെ കാണാനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഒരു മടിയും കൂടാതെ കടന്നു വന്ന് രജിസ്ട്രേഷൻ എടുത്തില്ലെങ്കിലും കാര്യങ്ങളൊക്കെ കാണാനും മനസ്സിലാക്കാനുമുള്ള, ഒന്നുകിൽ നമുക്ക് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് പോകാനുള്ള അവസരമെങ്കിലും ഇവിടെ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് കണ്ടില്ലേ, വെറും ചവറ് കൊണ്ടാണ് കേട്ടോ ഈ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചവറുകൾ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് ഒരു ബോർഡാക്കിയിട്ട് മാറ്റിയിട്ട് അതിലാണ് പേരൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേരെ ഇതിന് മുന്നിൽ വന്ന് നിന്നിട്ട് സെൽഫി എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, പലരും ഇങ്ങോട്ട് വരുന്നത് അവരുടെ മക്കളെ കൊണ്ടാണ്. അതായത് ചെറിയ കുട്ടികളെ, വിദ്യാർത്ഥികളെ കൊണ്ട് ഈ പരിപാടി കാണിക്കാൻ കൊണ്ടുവരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകി. കുറേ പേരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം. ഇത്തരം സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൈശാഖൻ, പിന്നെ ആരാണ്, TP വേണുഗോപാൽ, അങ്ങനെ ഒരുപാട് പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന ചർച്ചകളും പരിപാടികളൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു. എല്ലാവരും വരിക, ദിവസങ്ങളിൽ ഒന്ന് കാണുക.